ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഉത്രാട പച്ചലായിരിക്കും എല്ലാവരും ഇന്നല്ലേ. സാധനങ്ങളെല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്യണ തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഊണിന് ശേഷം നമ്മൾ ഒത്തിരി ഇത് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമെങ്കിലും വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കഴിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷേ വയറ് നിറഞ്ഞ് പോകുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഈവനിങ്ങിലൊക്കെ ഇതുപോലെ ഇലയിൽ പഴവും പപ്പടവും പായസത്തിൻ്റെ കൂടെ കുഴച്ച് നന്നായിട്ട് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. എത്ര കഴിച്ചാലും നമുക്ക് മതി വരാത്തതുപോലെ തോന്നും. ഈ പരിപ്പ് പായസത്തിൽ പപ്പടവും പഴവും കൂടി ഇട്ട് കുഴച്ച് കഴിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒത്തൻറ്റിക്കായിട്ട് നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചരുവമാണ് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ചരുവമാണ്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 500 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് സ്ട്രെയിനറിലിട്ട് വെച്ചിരുന്നതാണ്. പരിപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ വാങ്ങിയ പടി തന്നെ ഇത് നെയ്യിലിട്ട് വറുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കഴുകിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ നെയ്യിലിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാവുമ്പോഴേക്കും ഈ പരിപ്പൊക്കെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. പരിപ്പ് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പരിപ്പെല്ലാം പൊട്ടി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് 2ാം പാലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3.5 കപ്പ് 2ാം പാൽ ചേർക്കുന്നുണ്ട്. പരിപ്പ് വേകാനുള്ള പാലാണ് ഇതിലേക്ക് ചേർത്തത്. പക്ഷേ ഇത് നമ്മൾ നോക്കിയിട്ട് ഇതിൽ പോരാതെ പരിപ്പ് വെന്തിട്ടില്ലെങ്കിൽ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഈ പരിപ്പൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇത് വറ്റിപ്പോയാന്ന് നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം. ഇപ്പോൾ പരിപ്പിലെ തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പക്ഷേ പരിപ്പ് ഒന്നും കൂടി വേകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് കൂടി നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ വെള്ളം ചൂടാക്കി വെച്ചേക്കണം. എന്നിട്ട് ഇതിലേക്ക് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത്, അപ്പോൾ മൊത്തത്തിൽ 5 കപ്പ് പാലും വെള്ളവും കൂടിയാണ് ഞാൻ ഈ 500 ഗ്രാം പരിപ്പിലേക്ക് ചേർത്തത്. എന്നിട്ടിത് മൂടി വെച്ച് വീണ്ടും നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. വെന്ത് ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ. എന്നാലും ഏകദേശം വേകണം. നമ്മൾക്കറിയില്ലേ പരിപ്പൊക്കെ എങ്ങനെയാണ് വേകുന്നതെന്ന്. അപ്പോൾ നമുക്ക് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആകണം. അതായത് കൂടുതൽ അങ്ങോട്ട് വെന്ത് കുറുക്ക് പോലെ ആകരുത്. പരിപ്പ് നന്നായിട്ട് കാണുകയും വേണം, എന്നാൽ വെന്തിട്ടും ഉണ്ടാകണം. നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ അത് പെട്ടെന്ന് ഉടയുന്ന രീതിയിലായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം ശർക്കര പാനി ആക്കിയതാണ് ഇതിലേക്ക് ചേർത്തത്. അതായത് 500 ഗ്രാം പരിപ്പിന് 750 ഗ്രാം ശർക്കര പാനിയാക്കിയത് വേണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. പിന്നെ ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ശർക്കര വരെ ചേർക്കാം. 500 ഗ്രാമിന് 500 ഗ്രാം തന്നെ ശർക്കര ചേർത്താൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ശർക്കര പാനി ഉണ്ടാക്കി ചേർക്കുക. 500 ഗ്രാം ചെറുപയർ പരിപ്പിന് 750 ഗ്രാം ശർക്കര പാനിയാക്കിയതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. പിന്നെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട്, ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ശർക്കരയ്ക്ക് ഉപ്പില്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പായസത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് രുചി തോന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ മൂടി വയ്ക്കാതെ തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇത് പൊട്ടി തുടങ്ങി നമ്മുടെ മേത്തൊക്കെ തെറിച്ച് വീഴാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇളക്കുമ്പോഴേക്കും പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തേക്കൊന്നും വീഴാതെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യാം. പരിപ്പുമായിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് ചേർന്ന് വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയിലായി വരുന്നത് വരെ കുക്ക് ചെയ്യണം.
നെയ്യിൽ കിടന്ന് ഈ പരിപ്പും ശർക്കരയും നന്നായിട്ട് കുക്കാകുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന പായസത്തിൻ്റെ രുചി തന്നെയായിരിക്കും ഈ പരിപ്പ് പായസത്തിന്. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. പരിപ്പൊക്കെ ഏകദേശം നമുക്ക് കാണുന്ന പാകത്തിലായിരിക്കണം കേട്ടോ. കൂടുതലങ്ങാട് വെന്ത് കുറുകി പോകരുത്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർക്കുന്നുണ്ട്, ചുക്കുപൊടി. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ചിലർ ഇതിനകത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കും. അതാ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു വലിയ തേങ്ങയുടെ ഒന്നാം പാലും എടുത്തിട്ടുണ്ട്, രണ്ടാം പാലുമാണ് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 500 ഗ്രാം പരിപ്പിന് നമുക്ക് ഒരു വലിയ തേങ്ങയുടെ പാല് വേണ്ടി വരും. ഒന്നാം പാല് കുറച്ചായിട്ട് ചേർത്ത് ഈ പരിപ്പുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ഒത്തിരി അങ്ങോട്ട് ലൂസാവണ്ട. ഇലയിൽ വിളമ്പാൻ പാകത്തിന് നമ്മൾ കുറച്ച് കട്ടിയിൽ വേണം ഇത് ലൂസാക്കി എടുക്കാൻ. പിന്നെ ഗ്ലാസ്സിലൊക്കെ കുടിക്കാൻ വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്താൽ ലൂസായി കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 1.5 കപ്പ് പാലും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലിയ തേങ്ങയിൽ നിന്നെടുത്ത 1.5 കപ്പ് ഒന്നാം പാലും ഒരു 3.5 കപ്പ് രണ്ടാം പാലും എടുക്കുക. പിന്നെ 1.5 കപ്പ് ചൂടുവെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ചേർത്തത്. തേങ്ങാപ്പാലെല്ലാം ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആ തേങ്ങാപ്പാലെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കൂടുതലങ്ങോട്ട് തിളച്ച് പോകരുത്. നമ്മളിത് മൂടി വെച്ചിട്ടൊന്നും പോയി കളയരുത്. ഇത് തുറന്ന് വെച്ച് തന്നെയാണ് നമ്മളിങ്ങനെ ഇളക്കി ഇത് കറക്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ പായസമൊക്കെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ നെയ്യിൽ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചേർക്കാൻ പോകുന്നത്. തേങ്ങാക്കൊത്തൊക്കെയാണ് പഴയ കാലത്ത് പായസത്തിലൊക്കെ വറുത്ത് ചേർത്തിരുന്നത്. പിന്നെ ഇതിലേക്ക് എള്ള് വറുത്ത് ചേർക്കുന്നവരുണ്ട്. കറുത്ത എള്ള് വറുത്ത് ചേർത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് ഞാൻ അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കിസ്മസ് ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ പായസം റെഡിയായി. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പായസമാണിത്. നാളെ തിരുവോണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.